ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുഖത്ത് വെയിൽ കൊണ്ട് ഉണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ, അതുപോലെ തന്നെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ അവിടെ ഇവിടെ നമ്മുടെ ഫേസിൽ ഒരു ഡിസ്കളറേഷൻ, പിന്നെ മോക്കുരുണ്ട് ഉണ്ടായിട്ട് നമ്മുടെ മോക്കുരു കൊണ്ട് നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള നല്ല കറുത്ത പാടുകൾ, ഇതൊക്കെ മാറി നമ്മുടെ ഫേസിന് നല്ല പോലെ നിറം വയ്ക്കാനും ബ്രൈറ്റ് ആവാനും ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനും ഫേസിന് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ചേഞ്ച് വരാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കും ആയിട്ടാണ്. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാൻ ഈ പാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന ദോശമാവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ദോശമാവ് വെച്ചിട്ട് എങ്ങനെയാണ് ഫേസിൽ പാക്കൊക്കെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ നമ്മൾ ഈ ഒരു ദോശമാവ് വെച്ചിട്ടുള്ള ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റിൽ നമ്മുടെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആവാനും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പെർമനന്റ് ആയിട്ട് നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാവാൻ. നമ്മൾ എന്തായാലും നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ദോശമാവ് എന്തായാലും പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 സ്പൂൺ നമ്മൾ മാറ്റി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ദോശമാവ് വെച്ച് മാത്രമല്ല നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകണം. ഇതിനകത്ത് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതും ഇതുപോലെ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഫേസിൽ നമുക്ക് ഡബിൾ റിസൾട്ടാണ് കിട്ടണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണ മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടന്നാലോ. അപ്പൊ ഈ പാക്ക് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഉഴുന്നും അരി മിക്സിയിലിട്ട് അടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഉഴുന്നിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ഉഴുന്ന് നല്ലൊരു എക്സ്ഫോലിയേറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ലപോലെ നിറം വെക്കാനും നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ഡേർട്ട്, അഴുക്ക് പൊടി ഇതൊക്കെ പോയിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഫേസിൽ കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ ഇതൊക്കെ ഫെയ്ഡ് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ലൈറ്റൻ ആവാനും ഉഴുന്ന് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ കൂടി ആട്ടോ ഉഴുന്ന്. പിന്നെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് അരിയാണ്. അരിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ്, നല്ലൊരു സ്മൂത്ത്നെസ് ഇതൊക്കെ തരാൻ അരി നല്ലപോലെ സഹായിക്കും. പിന്നെ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ, അതുപോലെ തന്നെ കറുത്ത കുത്തുകളായാലും പോവാനും അരി ഭയങ്കര നല്ലതാട്ടോ. അരിപ്പൊടി നമ്മുടെ ഫേസിലെ ഓയിൽനെസ് കളയാനും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾ പ്രിവെന്റ് ചെയ്യാനും നമ്മുടെ ഫേസ് ഒന്ന് നിറം വെക്കാനും അരിപ്പൊടി നല്ലതാട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ ഉഴുന്ന് അരി എടുത്ത് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പയറുപൊടിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് നല്ല ഗുണം തരുന്ന ഒന്നാണ് ഈ പയറുപൊടി. നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോവാനും ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആവാൻ, ഫേസിൽ പിമ്പിൾസോ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഫേസിലെ കുത്ത്, പാടുകൾ, പിഗ്മെന്റേഷൻ, സൺ ടാൻ ഒട്ടുമിക്ക പ്രശ്നത്തിനും പയറുപൊടി നമ്മുടെ ഫേസിന് നല്ലപോലെ സഹായിക്കും കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയില്ല, പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ അമ്മമാരുടെ അവർ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ പയറുപൊടി കേട്ടോ. അപ്പം ഞാനിത് ഒരു 2 സ്പൂൺ ഇത് ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിപ്പം ഇതേപോലെ കട്ടിയാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫേസ് ഒക്കെ വാഷ് തന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഫുള്ളി ഡ്രൈ ആക്കിയിട്ടില്ല ഫേസ്. നമ്മൾ ചെറുതായിട്ട് വെറ്റ് ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാട്ടെ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടണം. അപ്പം ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്യട്ടോ. നമുക്കിത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയി അവിടെ പുതിയ സ്കിൻ വരാനും പിന്നെ ഫേസിലെ ഡേർട്ട് ഇതൊക്കെ പോവാനും നല്ലതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒന്നുകൂടെ റിസൾട്ട് കിട്ടാനും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പം പിമ്പിൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് മസാജ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ മൂക്കിന്റെ ഈ ഒരു സൈഡിൽ ആണെങ്കിലും താടിയുടെ ഈ ഒരു ഭാഗത്താണെങ്കിലും കുറച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. അവിടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നതുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പോകാനും നല്ലതാട്ടോ.
ഫേസിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിൽ ഫുള്ള് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത് ഫേസിൽ നല്ലപോലെ തന്നെ കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ ഫേസിൽ നേരത്തെ നല്ലപോലെ സൺ ടാൻ അതുപോലെ നല്ലപോലെ പിഗ്മെന്റേഷൻ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പാക്ക് എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ. എനിക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു വെയിൽ കൊണ്ടിട്ട്. അപ്പൊ അതൊക്കെ എനിക്ക് നല്ലപോലെ മാറിയിട്ടുണ്ട്. നല്ലപോലെ നിറം വെച്ചിട്ടുണ്ട് എൻ്റെ ഫേസ്. ഇപ്പം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 4 വട്ടം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും ട്രൈ ചെയ്ത് പോകുമ്പോൾ നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോണേ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാവാൻ പോണേ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ ഇതൊക്കെ മാറാനും നല്ലതാട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിൽ നിന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ടാറ്റാ.